നിങ്ങളുടെ അമ്മാമ്മ അത് ഡെഡ് ബോഡി കണ്ട് വിഷമമായി. പിന്നെ എൻ്റെ അമ്മാമ്മയുടെ സിസ്റ്റർ അത് കണ്ടു വിളിച്ചു. ബോഡി പിന്നെ കത്തിച്ചിടാറ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വർക്കിന് പോയി. ഇത്തിരി ദിവസം കഴിഞ്ഞിട്ടോ പിന്നെ ആളുടെ പിന്നെ എന്താ ഇത്തിരി അത് ഞാൻ അതിൻ്റെ മുമ്പത്തെ കാര്യം പറയാൻ പോയി. അപ്പം പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ വിസിറ്റ് ചെയ്തു. എൻ്റെ അമ്മ ഹോസ്റ്റലിൽ എന്നെ ഇട്ടത് ഞാൻ 30 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറയും അത് എൻ്റെ അമ്മ വിസിറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചില്ല. ഞാൻ അമ്മേനെ കണ്ടു, അമ്മ എന്നെ കണ്ടു. പിന്നെ അമ്മ ഓടിപ്പോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അമ്മേനെ ചേസ് ചെയ്യായിരുന്നു. പക്ഷെ അമ്മ പെട്ടെന്ന് തന്നെ പോയി. പിന്നെ ഞാൻ ചേസ് ചെയ്യാൻ അമ്മേനെ, പിന്നെ പറ്റിയില്ല. പിന്നെ ഞാൻ പിന്നെ ഞാൻ അമ്മേനെ ചേസ് ചെയ്തു. അപ്പോഴേക്കും അവിടുത്തെ ഹോസ്റ്റലിലത്തെ ടീച്ചർ എന്നെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. എന്നാ നിങ്ങൾ വാ. പിന്നെ നിങ്ങളുടെ അമ്മൂമ്മ ജോബിൽ പോയി ഇത്തിരി ദിവസം പോയി. അത് കഴിഞ്ഞിട്ട് ഇത്തിരി അവേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡേയ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ മിസ്സിങ് ആണെന്നും കേട്ടു. എൻ്റെ അമ്മയുടെ നെയ്ബേഴ്സാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ നെയ്ബേഴ്സ് പോയി നോക്കി എൻ്റെ അമ്മയുടെ വർക്ക് പ്ലേസിൽ. അപ്പം കണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി പിന്നെ സ്റ്റോർ റൂമിലും പിന്നെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടും ഡെഡായിരിക്കുന്നു. പിന്നെ ഞങ്ങൾ നോക്കി കുറേ വർഷമായിട്ട്. ഞാൻ കണ്ടു. എനിക്കറിയില്ല, ഞാൻ കുറേ നാളായി. പിന്നെ ആരും തപ്പിയിട്ടില്ല. എന്താണ് കാരണം, എന്ത് പറ്റി അറിയില്ല. മർഡറാണോന്നും അറിയില്ല. രണ്ടുപേരും ചെയ്തായിട്ട് പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതാണ്. നിങ്ങൾ ഫുഡ് റെഡിയായി. അമ്മ ബാക്കിയുള്ള സ്റ്റോറി പറയോ പ്ലീസ്? ഇത്രയേ ഉള്ളൂ സ്റ്റോറി. നീ എന്താ വിചാരിക്കണേ? ഇനിയുണ്ടോ? ഇത് നല്ല ലോങ് സ്റ്റോറിയാണല്ലോ. ഇതൊരു മീഡിയം സ്റ്റോറിയാണ്. പിന്നൊരു കാര്യം കൂടി ഉണ്ട്. അതാണ് നിങ്ങളുടെ അച്ഛൻ ദാറ്റ് മീൻസ് യുവർ ഗ്രാൻഡ്പാ വാസ് എ ഡിറ്റക്റ്റീവ്. അപ്പോൾ നിങ്ങളുടെ അച്ഛനെ ഞാൻ ആ ടൈമാണ് കണ്ടുപിടിച്ചത്. സോ ഞാൻ അമ്മയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി. അതായി ഞാൻ മാരീഡായി. പിന്നെ നിന്നെ കിട്ടി, നിന്നെയും കിട്ടി. ഓക്കെ ഗൈസ്, ഓക്കെ കുട്ടികളെ, നിങ്ങൾ ഫുഡ് കഴിഞ്ഞു? നോട്ട് ഫുഡ്, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഓക്കെ, ഞാൻ സ്ട്രോബെറി മിൽക്ക് ഞാൻ നിനക്ക് ഒഴിച്ചിട്ടുണ്ട്. മൈക്ക, താങ്ക് യു മാം. എൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി മിൽക്ക്.